ഹായ്, ഇന്ന് നമുക്ക് കേരളീയരുടെ ഇഷ്ട ഭക്ഷണമായ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: മൈദ 1 കിലോ, നെയ്യ്, മുട്ട 2, ഉപ്പ് ആവശ്യത്തിന്, തൈര്, പഞ്ചസാര, ബേക്കിംഗ് സോഡ, പാല്, വെള്ളം. ആദ്യമായി നമുക്ക് മാവ് തട്ടിയിടാം. എല്ലാം തട്ടിയിടേണ്ട, കുറച്ച് വച്ചേക്കണം. അവസാനം ബോൾ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചിടാൻ നേരം മാവ് തടവി വേണം അടിക്കാൻ. ഇതിൽ കുഴിയെടുക്കുക. ബാക്കിയുള്ള എല്ലാ ചേരുവകളും കൂടി യോജിപ്പിക്കുക. ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പ്. മുട്ട 2 എണ്ണം. പഞ്ചസാര 1 സ്പൂൺ. ബേക്കിംഗ് സോഡ, നെയ്യ് 4 ചെറിയ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. 2 സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിച്ചാൽ നല്ല മയം കിട്ടും. അടുത്തത് 1/2 കപ്പ് പാലാണ്. ഇത്രയും കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം മാവുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. നന്നായി ഇളക്കണം. തൈരും പഞ്ചസാരയും മുട്ടയും എല്ലാം നമ്മുടെ പുതിയ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് തരും. വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണിത്. ഇതെല്ലാവരും വിചാരിക്കും പൊറോട്ട എന്ന് വിചാരിച്ചാൽ വളരെ ഹിമാലയൻ ടാസ്ക്കാണിത് തയ്യാറാക്കുന്നത്. പക്ഷേ അത് അത്രയൊന്നുമില്ല. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിനാണ് ചേർക്കേണ്ടത്. ഏത് മാവ് എടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും വെള്ളം. ചിലപ്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം വെള്ളത്തിന്. ഇപ്പം ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴയ്ക്കണം. നമ്മുടെ കുഴയ്ക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ പൊറോട്ടയും സോഫ്റ്റായി വരുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് മക്കളെയോ ഹസ്ബൻഡിനെയൊക്കെ സഹായത്തിന് വിളിക്കാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ തട്ടിയിട്ട് കുറച്ച് പൊടി കൂടെ തൂവി നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണം. ഇങ്ങനെ തേച്ച് മാവിനെ നല്ല പദമാക്കി എടുക്കണം. എന്നാലേ നമ്മുടെ പൊറോട്ട നന്നായിട്ട് വരും. ഒരു 10 മിനിറ്റോളം ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഈ മാവ് വെച്ചിട്ട് മുകളിലും എണ്ണ ഒഴിക്കാം. നന്നായിട്ട് എണ്ണ തടവി
ഇതൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് എണ്ണ തടവി വൃത്തിയുള്ള തുണി കൊണ്ട്, നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുക. ഇവിടെ 2 മണിക്കൂറോളം മൂടി വെച്ചിരുന്ന മാവാണിത്. ഇനി അത് കട്ട് ചെയ്ത് നമുക്ക് ബോളുകളാക്കാം. ഇതിന് എണ്ണ കുറേ കൂടുതൽ ആവശ്യമാണ്. എണ്ണ എന്ന് പറയുമ്പം പകുതി നെയ്യും പകുതി വെജിറ്റബിൾ ഓയിലും, അതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഒഴിക്കേണ്ടത്. നമ്മുടെ പൊറോട്ട എന്ന് പറയുന്നത് ഇത് 16 എണ്ണം ഉണ്ടാക്കാനുള്ള പൊറോട്ടയുള്ള 1 കിലോ മാവിന്. കാരണം ഇത് വലിയ പൊറോട്ടയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ബോളിൽ 2 പൊറോട്ട നമുക്ക് ചെയ്യാം. ഇനി ബോള് പിടിച്ചതിന് ശേഷം എണ്ണ തടവി വീണ്ടും അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മാവ്, ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കാം. മാവ് അടിക്കണം. അതിനായിട്ട് ആദ്യം നേരത്തെ പറഞ്ഞ എണ്ണ ശരിയാക്കി വെച്ചിരിക്കുന്ന എണ്ണ എടുത്ത് ഇതിനകത്ത് തൂക്കുക. തൂത്തതിന് ശേഷം കുറച്ച് മാവ് വിതറുക. നന്നായിട്ട് തടവി എടുത്തിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് മുകളറ്റം പിടിച്ചെടുക്കുക. എടുത്ത് ഞൊറി വരുന്ന രീതിയിൽ പതുക്കെ റോൾ ചെയ്യുക. കയ്യിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഇരിക്കും. നമ്മളെ മാവ് തയ്യാറായിട്ടുണ്ട്. റോൾ ചെയ്ത് മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം. കല്ല് ചൂടാവാൻ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം ഫ്രൈ പാനിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഇടുക. ഈ എണ്ണ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തതാണ്. അതിന് മുകളിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുക. ഇനി തിരിച്ചിടുക. രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും എണ്ണ ഒഴിച്ച് ഇട്ടതിന് ശേഷം, എന്നാലേ അത് മൂത്ത് വരും, നമുക്കെടുക്കാം. 2-3 എണ്ണ ആവുമ്പോൾ ഇതുപോലെ അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്കണം. ചൂടോടെ അടിച്ചെടുക്കണം. അപ്പം നമ്മുടെ സോഫ്റ്റ് ലെയേർഡ് പൊറോട്ട റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.